കരുവമ്പോയിൽ KRCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കരുവമ്പോയിൽ ഗ്രാമചന്തയുടെ സ്റ്റാളുകളുടെ ഉദ്ഘാടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാളിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം കൊടുവള്ളി ADA ഡോക്ടർ പ്രിയ മാഡമാണ് നിർവഹിക്കുന്നത്. അവരോടൊപ്പം കൃഷി ഓഫീസർ ദിലീപ് കുമാർ, അതുപോലെ KRCCയുടെ ഭാരവാഹികൾ, നാട്ടുകാരൊക്കെ തന്നെ ഉണ്ട്. ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന കാഴ്ചകൾ കൂടി അതിനിടയിലൂടെ നിങ്ങൾക്ക് കാണാം. കരുവൻപോയിൽ KRCCയുടെ കീഴിൽ നടക്കുന്ന ഗ്രാമചന്ത ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ കാഴ്ചക്കാരായിട്ട് എത്തിയിട്ടുള്ളത്. ആ കാഴ്ചകൾ കാണാം. അങ്ങനെ സ്റ്റാളുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല വെയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ കുറവ് ഇപ്പോൾ കാണുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കരുവൻപോയിൽ ചന്തയിൽ ഒരുപാട് കാഴ്ചകൾ എത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ മെഷീനാണ് വരുന്നത്. നമ്മൾ പേപ്പറിൻ്റെ മുകളിൽ കവറിൻ്റെ മുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ടൈപ്പ് മെഷീൻ. ഇതേമാതിരി ഉണ്ടാവും. നമ്മൾ കവറിൻ്റെ മുകളൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡൈ കട്ടിങ്, പേപ്പർ ബോക്സ്, കേക്ക് ബോക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. അതിന് ഏത് സൈസിലാണ് നമ്മൾ ഉണ്ടാക്കുക അതിനനുസരിച്ച് ഡൈ ഉണ്ടാവും. ഇങ്ങനെ ഡൈ ഉണ്ടാവും. ഡൈ അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിപ്പോൾ കേക്ക് ബോക്സിൻ്റെ ഡൈ ആണ്. നേരെ ഇത് ഗ്ലൗവിൻ്റെ ബോക്സിൻ്റെ. ഇത് വന്ന് പേപ്പർ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കാം, പാള പ്ലേറ്റ് ഉണ്ടാക്കാം, സ്ലിപ്പർ എല്ലാം നമുക്ക് ഒറ്റ മെഷീനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡൈ ആണ്, VIP ഡൈ ആണ് വരുന്നത്. അതിൽ ചെയ്തെടുത്താൽ അതേമാതിരി ഉണ്ടാവും. ഇതും അതന്നെ C ടൈപ്പ് വേറൊരു മോഡലാണ് വരുന്നത്. പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് തന്നെ. ഇത് നമ്മൾ ചെയ്ത് വെച്ച സാമ്പിളുകളാണ്. പേപ്പർ പ്ലേറ്റ്, പാള പ്ലേറ്റ്, ബോക്സ് എല്ലാം ഉണ്ട്. ഇതിനിടയിൽ മാസ്റ്ററുടെ കൈവിരുത് നമ്മൾക്കൊന്ന് കാണാം. ഇത് ലാന്തറാണ്. ഫുള്ള് ഹാൻഡ് മെയ്ഡ് ആണ്. കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. തെങ്ങിന്റെ എല്ലാ അവയവങ്ങളും വെച്ചാണ് ഇത് ഉണ്ടാക്കിയത്. ചിരട്ട, പിന്നെ എല്ലാ സാധനങ്ങളും മട്ടല് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയാണ് ഇത് ഉണ്ടാക്കിയത്. വെറും കൈകൾ കൊണ്ടുണ്ടാക്കിയ ഈ വസ്തുക്കളുടെ കാഴ്ചകൾക്ക് ശേഷം നേരെ പോകുന്നത് റെസിഡൻസിൻ്റെ കേക്ക് നിർമ്മാണ മത്സരത്തിലേക്കാണ്. ഇന്ന് പങ്കെടുക്കുന്നത് 6 റെസിഡൻസുകളാണ്. അവരുടെ കേക്കുകളാണ് ഈ കാണുന്നത്. വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു കേക്ക് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയിലും രുചിയിലും ഒക്കെ തന്നെ വ്യത്യാസങ്ങളും മാറ്റമൊക്കെ കൂട്ടിക്കൊണ്ട് വളരെ രസകരമായ ഒരു മത്സരമായിരുന്നു കേക്ക് നിർമ്മാണ മത്സരം. ഒരുപാട് ജനസാഗരം തന്നെ കരുവമ്പോയിൽ ചന്തക്കെത്തി എന്നുള്ളത് ഇതിൻ്റെ സംഘാടകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. കേക്ക് മത്സരം കാണാനും അത് ഒന്ന് രുചിക്കാനും കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നേരെ ഞാൻ പോകുന്നത് ഒരു പച്ചക്കറി വിത്തിൻ്റെ സ്റ്റാളിലേക്കാണ്. എൻ്റെ അടുത്ത് പിന്നെ കർമൂസ, പിന്നെ മഞ്ഞൾ, വാഴത്തട്ട, പിന്നെ അവിടെ അച്ചാറുണ്ട്. വെളുത്തുള്ളി അച്ചാർ, ഇഞ്ചി, മാങ്ങാഞ്ചി അച്ചാർ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. ഇത് വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഇത് സ്നേഹതീരം. സാമ്പാർകോട്ടുണ്ട്, സാമ്പാർകോട്ട്, മുറുക്ക്, പിന്നെ കേക്ക്, ഇത് എന്തേനും അത് മറന്നീ പേര്. പിന്നെ എന്തേനും അത് കൊയ്യാടാ, കൊയ്യാടുണ്ട്. 100ൻ്റെ ഉണ്ട്, 50ൻ്റെ ഉണ്ട്, 25ൻ്റെ ഒക്കെ ഉണ്ട്. റെസിഡൻസ് അത് നമ്മളെ ഷോപ്പിൽ നമ്മൾ റീറ്റെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് നമ്മളിങ്ങനെ വീട്ടിൽ കൂടെയൊക്കെ നോമ്പ് പെരുന്നാൾ ഓണൊക്കെ ആകുമ്പോൾ വീട്ടിൽ കൊടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രാമചന്ത വന്നപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വില കുറച്ച് കൊടുക്കുക. അതാണല്ലോ വില കുറയും എന്നാണല്ലോ ചന്തകളിലുണ്ട്. അതുകൊണ്ട് വില കുറച്ച് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ചെമ്മീൻ അച്ചാർ, ചെമ്മീൻ ചമ്മന്തി, നാരങ്ങ, കാരക്ക, ബീഫ് അച്ചാർ, സാമ്പാർ കൂട്ട്, മൈലാഞ്ചി. ഇന്ന് ലബീബ് മാസ്റ്റർ ഇവിടെ ഒരുക്കുന്ന സ്റ്റാൾ എന്ന് പറഞ്ഞാൽ അലങ്കാര മത്സ്യത്തിൻ്റെതാട്ടോ. അതൊന്ന് നമുക്ക് കണ്ടാളാം.
ഇനി അതിന് 200 റുപ്യൻ്റെ അല്ല ഏറ്റവും കുറവുള്ളത്. ഞാൻ വാങ്ങിയില്ല. ഒരു ഭാഗത്ത് ബൈക്കുകൾ. ഇനി കാണാൻ പോകുന്നത് കരുവമ്പോയിലിൻ്റെ അഭിമാനമായിട്ടുള്ള ചെമ്പറ്റേരി അഷ്റഫ് ഖാ. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്വന്തം കൈകൾ കൊണ്ട് മരങ്ങൾ കൊണ്ടും അതുപോലെ പായ് വസ്തുക്കൾ കൊണ്ടും മറ്റ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളുടെ ഒരു ലോകം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. കരുവമ്പോയിലിനേറെ അഭിമാനിക്കാവുന്ന ഒരു കലാകാരനാണ് ചെമ്പറ്റേരി അഷ്റഫ് ഖാ. ആ കാഴ്ചകൾ ശേഷം ആളുകളൊക്കെ വീണ്ടും വരികയാണ്. വൈകുന്നേര സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ രസകരമായ കാഴ്ചയാണ് സിദ്ദീഖ ഒരു കുട്ടിയെ കളിപ്പിക്കുന്നത്. അതുപോലെ ഭാര്യയും ഭർത്താവും കൂടി എന്തോ പൈസ എടുക്കുന്നതാണ് നമ്മളെ പ്രഭാകരേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അതുപോലെ കരുവമ്പോയിൽ നിന്ന് വാങ്ങിയ കരിമ്പുമായിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ചുള്ളിയാട് മുക്കിൻ്റെ കൂട്ടുകാരാണ്. ഇത് നമ്മുടെ മൊയ്തീൻ കുട്ടിക്കയാണ്. അദ്ദേഹം തന്നെ കരുവമ്പോയിൽ തന്നെ നട്ടു വളർത്തിയതാണ് ഈ കരിമ്പ്. അദ്ദേഹം വലിയൊരു കൃഷിക്കാരാണ് വർഷങ്ങളായിട്ട്. അതുപോലെ സ്റ്റാളുകളാണ്. ആ സ്റ്റാളുകളിൽ ഏറെ രസകരമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കുണ്ടുക്കടവ് പുഴയിൽ നിന്ന് പിടിച്ച സ്രാവുമായിട്ടാണ് ഇദ്ദേഹം അബൂസി വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. കരീമുഖാൻ്റെ പച്ചക്കറിത്തോട്ടം, അതുപോലെ ലബി മാസ്റ്ററുടെ ഭാര്യയുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അലങ്കാര വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് ചായക്കടയാണ്. അതുപോലെ പായസക്കട, ചായക്കട, അതുപോലെ മറ്റ് പല ഉൽപ്പന്നങ്ങളും ഇവർ വിൽക്കുന്നുണ്ട്. അടുത്തതായി കാണാൻ പോകുന്നത് കരുവൻപോയിൽ ഹോം ബസാർ ഒരുക്കുന്ന മൺപാത്രങ്ങൾ, ചിരട്ടക്കൈലുകൾ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ കാഴ്ചയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇത് മഞ്ഞളാണ്. ഇത് നമ്മളെ രാജപുരി എന്നറിയും. ശരിക്കും പറഞ്ഞാൽ മഞ്ഞളിൻ്റെ കൂട്ടത്തിലെ ബ്രോയിലർ എന്ന് പറയാം. ഇത് പ്രതിഭ, ഇത് പ്രഭ നനക്കേങ്ങില്ലേ, നനക്കേങ്ങ് ഇത് ചെറുകിഴങ്ങ്, ഇത് മുക്കേങ്ങ് എന്ന് പറയും. മുക്കേങ്ങ് എന്നാണ് പറയുന്നത്. വലിയ ഇവിടെ ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ പരിചയം ഉണ്ടാവില്ല, പഴമക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പൊണ്ണെന്നും മണ്ണെന്നൊക്കെ പറയുന്ന ഇത് കാര്യമായിട്ട് നമ്മുടെ കേരളത്തിൽ കറിക്കാണ് എടുക്കുന്നത്. തമിഴ്നാടൊക്കെ ഇത് പഴുപ്പിച്ച് കഴിക്കുന്നുണ്ട്. കുട്ടിയൊക്കെ ഏറ്റവും നല്ല പഴമെന്ന് പറയുന്നത്, മധുരം കുറവാണ്. പിന്നെ ഇത് നമ്മുടെ മാങ്ങിഞ്ചിയാണ്. പലപ്പോഴും നമ്മൾ പുതുതലമുറക്ക് അറിയാത്തൊരു കാര്യമാണ് മാങ്ങിഞ്ചി, ചേമ്പ്. അതേപോലെ തന്നെ ഇത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ പലർക്കും ഇത് അറിയില്ല. കസ്തൂരി മഞ്ഞളുടെ നിറം ഇങ്ങനെ ഉണ്ടാവുക. പലരും ഇതുവരെ മഞ്ഞക്കൂവ് എടുത്തിട്ട് കസ്തൂരി മഞ്ഞളാണെന്ന് പറയും. ഇത് മഞ്ഞക്കൂവാണ്, ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇതാ റെഡ് ഇഞ്ചിയാണ്, ചുവപ്പ് നിറമാണ്. ഇഞ്ചിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ ഈ ചുവപ്പ് നിറമാണ്. ഇതാണ് നമ്മുടെ സാധാ ഇഞ്ചി. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വിഭാഗ കാര്യങ്ങളൊക്കെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞളെ ഓർമ്മ ഉണ്ടാവും. ഒത്തിരി ടൈപ്പ് ഉണ്ട്. നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ മണ്ണിനും അനുയോജ്യമായ വിളവ് നമ്മൾ തിരഞ്ഞെടുക്കുക, അത് ചെയ്യുക. പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഐസ് തിന്ന 3 കൂട്ടുകാരാണ്. അതിനുശേഷം വീണ്ടും സ്റ്റാളുകളിലേക്ക്. ഇവിടെ പനംപൊടി, ഈന്തും പൊടി, കുരുമുളക് തുടങ്ങിയ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ആ കാഴ്ചകൾ ആണ് വീണ്ടും കാണിക്കുന്നത്. സ്റ്റാളുകളിൽ നിറഞ്ഞ് കവിഞ്ഞിരുന്നു ആളുകൾ. സാധനങ്ങളൊക്കെ വിറ്റ് പോവുകയും ചെയ്തു. ഞങ്ങളുടെ റെസിഡൻസിൻ്റെ സ്റ്റാളിലാണിപ്പോൾ നാജിലുള്ളത്. നാജിൽ അവൻ്റെ കൂട്ടുകാർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പഴയ ഓർമ്മകളെ തൊട്ടുണർത്താനും ഒക്കെ തന്നെ ഈ ഗ്രാമചന്ത ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ പ്രഭാകരേട്ടനും എന്തോ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നീട്ടുകയാണ്. അദ്ദേഹം വിചാരിച്ചത് നമുക്ക് വേണ്ടാന്നാണ്, എൻ്റെ കയ്യിലേക്ക് ഇട്ട് തരുന്നതാണ്. അങ്ങനെ ഞാൻ ഓസിക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ച്. കാരണം ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ ക്യാമറ ആയിട്ട് പോകുന്നതിനിടയിൽ ഓസിക്ക് ഇങ്ങനെ എല്ലാവരും തരുന്നുണ്ട് രുചിച്ച് നോക്കാനൊക്കെ. അപ്പോൾ ചായക്കട തന്നെയാണ്, 10 രൂപയാണ് ചായക്കും കടിക്കുമൊക്കെ. അതിനിടയിൽ റഷീദ് പനങ്കഞ്ഞി തിന്നുന്ന രംഗമാണ്. അപ്പോൾ പനങ്കഞ്ഞിയാണെന്ന് വാങ്ങിക്കുക. പനങ്കഞ്ഞിയും ചമ്മന്തിയും കേട്ടോ. അതിലും ഞാൻ കൈയിട്ട് വാരി എന്ന് തന്നെ പറയാം.
അങ്ങനെ അതിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതാണ്. നല്ല രസമാണ്. പനങ്കഞ്ഞൊക്കെ ഒരുപാട് കാലമായി കുടിച്ചിട്ട്. അതിനിടയിൽ നമ്മുടെ അബ്ദുള്ള സക്കാഫി കരുവമ്പോയിലിൻ്റെ എഴുത്തുകാരനാണ്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഇങ്ങനെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഒന്നും ഇല്ലാതെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് കാഴ്ചക്കാരായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഒരുപാട് പരിപാടികളുണ്ട്, മാജിക് ഉണ്ട്, ആദരിക്കലുണ്ട്. നന്മ റെസിഡൻസ് ആണ്. ഞങ്ങൾ ഈസി ടു കുക്കാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ കൊത്തഞ്ചക്ക ഉണ്ട്, പപ്പായ ഉണ്ട്, അതേപോലെ എണ്ണിക്കാമ്പ്, വായക്കട്ടി, ഇതൊക്കെ കൊത്തി വൃത്തിയാക്കി ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ്. വീട്ടിൽ കൊണ്ടുപോവുക, ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാതെ ആവശ്യം വരുന്നത്. ഏലക്കായ്, ഗ്രാമ്പു, കറുകപ്പട്ട വയനാട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചിട്ട് പാക്കാക്കിയിട്ട് പുറത്ത് വെക്കുന്നത്. കോഴിയുടെ സൂപ്പർ സാധനം. നമ്മൾ ആശാരിക്കൽ 54 ഐറ്റാണ് കോഴിയുടെ. ഒന്നെടുത്തോ. ഇതിലേക്ക് നമുക്ക് കുറ്റിപ്പുകളെ എടുക്കുന്നതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് ഇതേപോലുള്ള ഉണ്ടാവുന്ന സ്ഥലം എടുക്കും. കൊടുവള്ളിയിലേക്കൊക്കെ കരുവമ്പയിൽ ഭാഗത്ത് നടന്നുപോയി കാർഷിക ഉൽപ്പന്നങ്ങളും അതേപോലെ കോഴി പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയ കഴുകി ഉണക്കി പൊടിച്ച എല്ലാ മസാലപ്പൊടികളും പാക്ക് ചെയ്ത് എയർ ടൈറ്റ് ആണ്. നല്ല സൂപ്പർ പൊടിയാണ്. ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പരേതനായിട്ടുള്ള കണ്ണിപ്പോയിൽ മുഹമ്മദിൻ്റെ ഭാര്യയാണ്. അവർ ഇപ്പോൾ താമസിക്കുന്നത് കൊടക്കാട്ടാണ്. 300 രൂപ 300. എന്നാൽ ഞാനും 100 രൂപ 100 രൂപ 2000 വാഴ പിടി 200 രൂപ 200 ഞങ്ങൾ ചെയ്തത്. നമ്മളെ കവുങ്ങിൻ്റെയും നല്ല ഷർട്ടുകൾ 200 രൂപ 200 രൂപ. നമ്മളെ മുമ്പൊക്കെ അല്ല ബോംബെ സാധനം. എല്ലാ കിഡ്സിൻ്റെ എല്ലാ ഇതുണ്ട്, അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ യൂത്ത് വർക്ക് ചെയ്യുന്ന കൊള്ളോണിൻ്റെ കരിമ്പോയിൽ തന്നെ. കരിമ്പോലി എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ടെന്ന് അറിയാം. സ്റ്റാളുകൾ കാണുന്നതിനും ഉദ്ഘാടനത്തിനുമായിട്ട് കൊടുവള്ളി നഗരസഭ ചെയർപേഴ്സണ് ഷഫീന സമീർ, അതുപോലെ ഡെപ്യൂട്ടി ചെയർമാൻ കൊടുവള്ളി നഗരസഭ KK ഖാദർ സാഹിബ്, കൗൺസിലർമാരായിട്ടുള്ള ഫൈസൽ, അബുലൈസ്, മുഫീദ ഹാരിസ്, അവരോടൊപ്പം കുഞ്ഞാലി ഹാജിയൊക്കെ എത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളാണ് കാണുന്നത്. അതോടൊപ്പം നാട്ടുകാരുടെ ഒരു ജനസാഗരം കൂടിയാണ് കാണുന്നത്. സ്വാഗതം അമീൻ മാസ്റ്റർ, സെക്രട്ടറി KRCC, അതുപോലെ TP കുഞ്ഞാലി ഹാജി, പ്രസിഡൻറ്റ് KRCC അധ്യക്ഷന്. ഉദ്ഘാടനം ശ്രീമതി ഷഫീന സമീർ, ചെയർപേഴ്സൺ കൊടുവള്ളി നഗരസഭ. ഡെപ്യൂട്ടി ചെയർമാൻ കൊടുവള്ളി നഗരസഭ KK ഖാദർ സാഹിബും, അബുലൈസു, ഫൈസൽ, മുഫീദ ഹാരിസ് എന്നീ കൗൺസിലർമാരും. സുരേഷ് ബാബു KRCC കോർഡിനേറ്ററാണ്. അദ്ദേഹവും പ്രസംഗിക്കുന്ന കാഴ്ചകൾക്ക് ശേഷം അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് മാജിക് ഷോ ആണ്. മജീദ് മടവൂർ ഉസ്താദ് അവതരിപ്പിക്കുന്ന അതിഗംഭീര മാജിക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. ഇനി അടുത്തതായിട്ടുള്ള ആദ്യ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ആദരിക്കലാണ്. പഴയകാല കൃഷിക്കാരായിട്ടുള്ള മുഹമ്മദ് ആണിയങ്കണ്ടി, PT അഹമ്മദ് കുട്ടിയാജി, റഫീഖത്ത് ഉപ്പിനകത്ത് എന്നിവരെ ആദരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സ്കൂൾ കലോത്സവത്തിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ A ഗ്രേഡ് ലഭിച്ച M അഭിജിത്തിനെയും മജീദ് മാസ്റ്ററെയൊക്കെ ആദരിച്ചു. അപ്പോൾ ആളുകളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അതാ മാജിക് തുടങ്ങുകയാണ്. നമ്മുടെ മജീദ് ഉസ്താദ് ആദ്യമായിട്ട് നടത്തുന്ന മാജിക് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു മാതൃഭൂമിയുടെ പത്രമെടുത്ത് അതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് കാണിച്ചു തന്നതിന് ശേഷം അദ്ദേഹം അത്
തുണ്ടം തുണ്ടമായിട്ട് കീറുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണത്. 2 കീറൽ കീറി, 3 കീറൽ കീറി, പിന്നെയും അദ്ദേഹം കീറുകയാണത്. അങ്ങനെ അത് കീറിയതിന് ശേഷം ഒരുപാട് പീസുകളാക്കി ചുരുട്ടിക്കൂട്ടി എന്തോ മന്ത്രം ചെല്ലുന്നു. അതാ പത്രം വീണ്ടും അത് പഴയ പോലെ തന്നെ ആകുന്നു. അപ്പോൾ ആളുകൾ കൈയടിച്ചു. നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ അടുത്തതെന്ന് പറഞ്ഞാൽ 3 കയറുകളാണ്. 3 കളറുകളിലുള്ള 3 കയറുകൾ, റിബൺ പോലെയുള്ള 3 കയറുകളാണ്. അത് ഓരോന്നും തളപ്പ് കെട്ടുന്നത് പോലെ കെട്ടുകയാണ്. അപ്പോൾ അതിന് ശേഷം അത് 3 കെട്ട് കെട്ടിയതിന് ശേഷം അതിങ്ങനെ വലിച്ചു നോക്കാൻ വേണ്ടിയിട്ട് കാണികളോട് പറയുന്നുണ്ടാവും. കാണികൾ വലിച്ചു നോക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അതിന് ശേഷം അതെങ്ങനെ ഓരോന്നായി എടുത്ത് മാറ്റുകയും അതിന് പെട്ടെന്ന് താഴോട്ടിടുകയും അത് 3 എണ്ണമായി മാറുകയും ചെയ്യുന്നു. 3 ചങ്ങല പോലെയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അത് വീണ്ടും ഓരോന്നായി മാറുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഒരുപാട് മാജിക്കുകൾ അദ്ദേഹം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനടക്കം അതിലൊന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സമയദൈർഘ്യമുള്ളത് കൊണ്ട് അതെല്ലാം കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ കാഴ്ചയും കഴിഞ്ഞു. അടുത്തത് അമീൻ മാസ്റ്ററും റിട്ടയർഡ് പോലീസ് നമ്മുടെ ഹുസൈൻ കായിയും ഉള്ള ഒരു മാജിക്കാണ്. അവർ 3 പേരും 3 ടവലുകൾ എടുത്തു. അത് കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്യുന്ന ഒരു രംഗമാണ്. 3 പേരും കട്ട് ചെയ്യുന്നു. ആദ്യം മജീഷ്യന് കട്ട് ചെയ്തു, അതിനുശേഷം അമീൻക കട്ട് ചെയ്തു, പിന്നെ ഹുസൈൻ കായ് കട്ട് ചെയ്തു. അതിന് ശേഷം ഇവർ ആ കഷ്ണങ്ങളെല്ലാം നിലത്ത് നിന്ന് പെറുക്കി അതിലേക്ക് തന്നെ നിറയ്ക്കുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ നിറയ്ക്കുന്നതിന് ശേഷം പെട്ടെന്ന് അത് മജീഷ്യൻ്റെ ടവലിനൊന്നും സംഭവിച്ചില്ല. പിന്നെ ഇവിടെ സ്ക്രീന് വെച്ചത് വാഹനത്തിൽ മുസ്ഫറാണ്. അദ്ദേഹത്തെ ആവശ്യമുള്ളവർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ അവസാന സമയത്തോടടുക്കുകയാണ് നമ്മളെ കലാപരിപാടി. ആ കാഴ്ചകൾ ഇനിയും ഒരുപാട് നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ ഇതുപോലെ ഞാൻ ഒരു കാഴ്ചക്കാരനായിട്ടും കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയും ഒരുക്കുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഗ്രാം കാണണം. നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്